ഹായ് ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ക്ലാസ് 10 ഹിന്ദി. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ, അതായത് ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ കീ ഡിസ്കഷനാണ് ഇന്ന്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീയുടെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഹിന്ദിയുടെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് दिल्ली में उन्नीदे संस्मरण का ये अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ആൻസർ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആണ്. ഡ്രൈവർ രാജാറാം ദില്ലി മേ ഓട്ടോ ചലാ രഹാ ഹെ. അപ്പോൾ ഈ രാജാറാം എന്താണ്? ഓട്ടോ ഓടിക്കുന്ന ആളാണ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ, കോഷ്ടക്ക് ശബ്ദം കി മദദ് സെ വാക്യ വിസ്താർ കരേ എന്നാണ് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഈ വേർഡ്സ് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. ലേഖിക ദേഖ്തി ഹെ ഇവർ തന്നിട്ടുണ്ട്, അപ്പോൾ ബാക്കി നമ്മൾ എഴുതണം. അത് നമുക്ക് നോക്കാം. അതേപോലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? സങ്കേതം കി സഹായത സെ രാജാറാം കി ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖയുമാണ്. രാജാറാമിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ തന്നിരിക്കുന്ന. ഹിൻഡ് വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക, അല്ലെങ്കിൽ അഥവാ തന്നിട്ടുണ്ട് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. മൂന്നിൽ നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ ഇതോ ചെയ്യാം കേട്ടോ. मान ले आप राजाराम का साक्षात्कार लेने जा रहा है. साक्षात्कार के लिए प्रश्नावली तैयार करे. कम से कम 5 प्रश्न हो. അപ്പോൾ രാജാറാമിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക അയാളോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. രണ്ടാമത്തതിൻ്റെ ആൻസർ വിസ്താർ ചെയ്ത് എഴുതാൻ ലേഖിക ചേഹർ देखती है. लेखिका ड्राइवर का चेहरा देखती है. लेखिका आईने में ड्राइवर का चेहरा देखती है. അപ്പം നമുക്ക് ഡ്രൈവർ ചെഹറ എന്നാണ് കേട്ടോ, ചെഹർ എന്നല്ല, ചെഹറ. ഓക്കെ. അടുത്ത 3 ക്യാരക്ടർ സ്കെച്ചാണ്. गगन गिल जी से लिखा हुआ दिल्ली में उन्नीदे नामक संस्मरण का मुख्य पात्र है ऑटो चालक राजाराम. ओके, मेन कैरेक्टर आना. इस संस्मरण का एक अत्यंत प्रभावशाली और संवेदनशील पात्र भी ही राजाराम. लेखक से हुई बातचीत के माध्यम से उसका जीवन, संघर्ष और व्यक्तित्व सामने आता है. राजाराम वर्ष से ऑटो चलाकर जीवन यापन कर रहा है. कठोर परिस्थितियों, धूल धुएं और थकान के बावजूद वह लगातार काम करता है. उसका जीवन निरंतर संघर्ष का प्रतीक है. उसके पास न ठीक कपड़े हैं, न पक्का घर, न बचत. फिर भी यह दया या भीख नहीं मांगता. मेहनत की कमाई पर जीने वाला स्वाभिमानी व्यक्ति है. वह कहता है कि 2 वक्त की रोटी मिल जाए यही गनीमत है. बड़ी इच्छाएं या सपने नहीं पालता. जो मिलता है उसी में संतोष करता है. मीटर ठीक रखना, किराए में बेईमानी न करना, ये उसके ईमानदार स्वभाव को दर्शाता है. उसने कभी गलत तरीके से पैसा नहीं कमाया. बीमारी, घासी, धुएं से होने वाली तकलीफ सब कुछ सहते हुए भी वह शिकायत नहीं करता. जीवन की कठिनाइयों को धैर्य से झेलता है. लेखक से जुड़कर अपनी जीवन की कहानी साझा करता है. उसके शब्दों में दर्द के साथ साथ मानवीय संवेदना भी झलकती है. राजाराम शहरी गरीब वर्ग का प्रतिनिधि पात्र है, जो उसी शहर में रहते हुए भी अलग मौसम में जीता है. भूख, बेबसी और अनिश्चितता के मौसम में राजाराम का चरित्र हमें बताता है कि साधारण सा दिखने वाला व्यक्ति भी असाधारण जीवन अनुभव और गहरी मानवीय पीड़ा अपने भीतर समटे होती है. നെക്സ്റ്റ് അഥവാ ആണ്. നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓട്ടോ അയാൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആപ്കാ നാം ക്യാ ഹെ और आप मूल रूप से कहाँ रहने वाले हैं. 2, आप दिल्ली कब और किन परिस्थितियों में आए. 3, आपने ऑटो चलाने का काम कैसे और कब शुरू किया. क्या इससे पहले आप कोई और काम करते थे.
आप रोजाना कहाँ सोते हैं और कैसे रहते हैं? ഇത് വേണ്ട ട്ടോ. ആപ് കഹാ സോത്തെ ഹെ ഓർ കേസെ രഹത്തെ ഹെ എന്ന് മാത്രം മതിയേ. ഈ വേർഡ് വേണ്ട, ഇത് വേണ്ട ട്ടോ. ബാക്കി മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. അടുത്തത് വിശേഷൺ ശബ്ദ ചുൻകർ ലിഖയാണ് നാലാമത്തെ. നമുക്കിതിൽ വിശേഷണം വരുന്നത് ദൂസരി ദുനിയ എന്നുള്ള ദൂസരി ആണ് കേട്ടോ. 5 പൈദൽ ചലത്തെ ഹുയെ ആദ്മി കെ ബാരെ മേ കാർ മേ ബൈഠ്നെ വാലോം കി വിചാർ ക്യാ ഹെ. അപ്പോൾ നടന്നു പോകുന്ന ആൾക്കാരെ കുറിച്ചിട്ട് കാറിലിരിക്കുന്ന ആളുടെ വിചാരം എന്തായിരുന്നു എന്നാണ്. कारों में बैठे अमीर लोग उस गरीब या मेहनतकश पैदल चलने वाले को नीची निगाह से देखते हैं. उन्हें लगता है जैसे यह कोई पिछड़ा हुआ या अजनबी व्यक्ति है. यह दृष्टिकोण समाज में फैली असमानता और वर्गभेद को उजागर करता है. ഇനി ഗലീലിയോ ചാപ്റ്ററിലെ ലേഖനമാണ്. നിങ്ങൾക്ക് സെൻറ്റൻസസ് ആണ് തന്നിരിക്കുന്നത്, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 6 ഗലീലിയോ കെ ബാത്തെ സുൻകർ പിതാ ने क्या जवाब दिया. 7 ഗലീലിയോ കെ ബാത്തെ സുൻകർ പിതാ ഖുഷ് हुए. पिता की उस दिन की डायरी कल्पना से लिखी. അപ്പോൾ ഗലീലിയോൻ്റെ ചാപ്റ്ററിൽ ഡയറി എഴുതാൻ അല്ലെങ്കിൽ ഓർ ഉണ്ട്. 7 ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഗലീലിയോ की वैज्ञानिक बनने की इच्छा से पिता भी सहमत हो गए. ഗലീലിയോ की उस दिन की संभावित डायरी लिखी. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യനും ഏകദേശം ഒരേപോലെയാണ്. ഗലീലിയോ के बात सुनकर പിതാവ്, അതായത് ഗലീലിയോൻ്റെ ഈ വാക്ക് കേട്ടിട്ട് അച്ഛന് ഹാപ്പിയായി. അച്ഛൻ്റെ അന്നത്തെ ദിവസത്തെ ഡയറിയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗലീലിയോൻ്റെ ഡയറിയാണ് അടുത്ത ഓർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ വരും. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ആദ്യം നോക്കാം. 6th ആൻസർ ആണ് मैं तुमसे यही सुनना चाहता था और इस भावना का हमेशा बनाए रखना तभी तुम सच्चे वैज्ञानिक बन पाओगे. ഇനി 7ാമത്തെ അച്ഛൻ എഴുതുന്ന ഡയറിയാണ്. നിങ്ങൾക്കൊരു ഡേറ്റും പ്ലേസും കൊടുക്കാം എപ്പോഴും ഡയറി എഴുതുമ്പോൾ. आज का दिन मेरे लिए सोचने वाला रहा. गलीलियो से विज्ञान पढ़ने को लेकर लंबी बातचीत हुई. मैं चाहता हूँ कि मेरा बेटा एक डॉक्टर बने क्योंकि उससे जीवन अच्छी तरह चलता है. पर आज मैंने उसके प्रश्नों में एक अलग चमक देखी. वह विज्ञान के बारे में ऐसे प्रश्न कर रहा था जैसे कोई बड़ा आदमी बात कर रहा हो. वह बार बार कर रहा था कि वह हर बात को समझकर सीखना चाहता है. मुझे थोड़ी चिंता भी हुई. विज्ञान कठिन विषय है, इसमें भविष्य अनिश्चित है. लेकिन आज मुझे एहसास हुआ कि मेरा बेटा साधारण नहीं है. उसकी आंखों में जानने की भूख है. शायद उसका रास्ता अलग है. मैंने उसे रोका नहीं, बस समझाया कि जो भी करे पूरे मन से करे. आज मन में दुविधा है, हर साथ ही गर्व भी. ईश्वर करे वह सही मार्ग चुने और सफल बने. ഇനി അഥവാ അടുത്ത ഡയറി ആരുടേതാണ്? ഗലീലിയോ എഴുതുന്ന ഡയറിയാണ് കേട്ടോ. അത് ഗലീലിയോൻ്റെ ഡയറിയാണ് ഇനി പറയുന്നത്. 7B ഓർ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ അതിലും ഒരു ഡേറ്റും പ്ലേസും കൊടുക്കുക. आज पिताजी से विज्ञान पढ़ने को लेकर बात हुई. मैं थोड़ा डर भी रहा था कि वे नाराज हो जाएंगे, पर मैंने जो महसूस किया वही कहा. मुझे चीज़ों को समझना अच्छा लगता है, केवल मान लेना नहीं. आखिर अब मैं खुश हूँ. पिताजी ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. पिताजी नाराज होने के बजाय खुश हुए थे. वे मेरी राय से सहमत हो गए. जब मैं चूलते पेंडुलम चलती चीज़ें और समय के बारे में सोचता हूँ तो मन बहुत खुश हो जाता है. मुझे लगता है कि दुनिया को समझने का रास्ता विज्ञान है. पिताजी की बात भी सही है. जीवन आसान नहीं है, लेकिन मैं वही पढ़ना चाहता हूँ जिसमें मेरा मन लगे. आज मैंने निश्चय किया है कि मैं प्रयोग करूँगा, प्रश्न पूछूंगा नाने और सत्य खोजने की कोशिश करूँगा. मुझे विश्वास है कि एक दिन मैं कुछ नया खोजूंगा और पिताजी को भी मुझ पर गर्व होगा. ഇനി 8ാമത്തെ ചോദ്യമാണ്. വൈറ്റ് ക്യാപ്പിൽ നിന്നുള്ളതാണ്. അതിൽ ഉസ്കെ മേ നിഹിത് സർവനാം വഹ് ആണ് കേട്ടോ. നമുനയ്ക്ക് അനുസാർ ലിഖയിൽ നമുക്ക് ഇതേപോലെ തന്നെ എഴുതേണ്ടതാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ തന്നെ നോക്കൂ. ലഡ്കെ കേശവ്കോ ദേഖ്തേ ഹെ ആണ്. അത് ഇപ്പുറത്ത് മാറിയപ്പോൾ ദേഖ്തേ തേ എന്നായി, പാസ്റ്റിലേക്ക് പോയി അല്ലേ. അപ്പോൾ ലഡ്കിയ ഫൂൽ തോട്ത്തി ഹെ ആണ്. അപ്പോൾ ഇത് പാസ്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തോട്ത്തി തീ ആക്കുക കേട്ടോ.
ഈ കുത്ത് വേണ്ട, തൊട്ടിത്തീന്ന് മതി. അടുത്തത് 9 കേശവ് को क्यों डॉक्टर के पास ले गए. 10 कहानी के इस अंश के आधार पर पटकथा का एक दृश्य लिखिയാണ്. 9ഉം 10ഉം നോക്കാം നമുക്ക്. 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് പറയുന്നത്. केशव निर्माणाधीन 3 मंजिले इमारत से नीचे गिर गया था, इसलिए केशव को अस्पताल പറയുമ്പോൾ സാ പകുതി പാ ആണ് കേട്ടോ. ആ പകുതി ഒരു പായാണ്. अस्पताल ले गया था. പട്കഥ നമ്മൾ വൈറ്റ് ക്യാപ്പ് കൊടുത്തു. സീൻ 1 സ്ഥാൻ ഓട്ടോ. അതുപോലെ തന്നെ സമയം എന്താണ്? 10 മണി. പാത്രാര കേശവ്. ഉമ്ര 8. ഡ്രസ്സിങ് എങ്ങനെയാ? കുർത്തയും പൈജാമയും. അതുപോലെ കേശവ് के पिता उम्र 40, कुर्ता और पतलून. क्रिकेट टीम का कैप्टन उम्र 12, कुर्ता और पैजामा. 3-4 टीम के लड़के. केशव की माँ उम्र 35, वेश साड़ी और कांचली. प्रसंग एंदा इमारत से गिरकर गंभीर रूप से घायल हुए केशव को देखने के लिए क्रिकेट टीम के कप्तान और दोस्त आते हैं. तब केशव को अस्पताल से छुट्टी मिल गई. वे ऑटो में जाने की तैयारी में है. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഓട്ടോയിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് ഇവർ വരുമ്പോൾ. സംവാദം, അപ്പോൾ കോൺവെർസേഷൻ ആണ് അവർ തമ്മിൽ. കപ്താൻ അങ്കിൾ കേശവ് കേസാ ഹേ. കേശവന് എങ്ങനെയുണ്ട് അങ്കിൾ? അപ്പോൾ ദൂസറാൾ എടുക്കുക ചോദിക്കും ആൻറ്റി ഡോക്ടർ ക്യാ പോലെ. ആൻറ്റിയോട് ചോദിക്കും ഡോക്ടർ എന്ത് പറഞ്ഞു. അച്ഛനും അമ്മയോട്, അവൻ്റെ അച്ഛനും അമ്മയോട് ചോദിക്കുകയാണ്. തീസറാൾ എടുക്കുക ജൽദി ടീക്ക് ഹോ ജായേഗാ നാ, പെട്ടെന്ന് ഓക്കെ ആവുമല്ലോ അല്ലേ. नेक्स्ट केशव जरा मुस्कुराकर साबुत हाथ को ऊपर उड़ाया. कप्तान तुम जल्दी ठीक हो जाओगा केशव, പെട്ടെന്ന് ശരിയാവുമെന്ന് പറയും. रास्ते में उसे भूख लगेगी तो ज़रूर खिलाएगा. अब जब तुम लौटेगा केशव तो हमारी टीम में गेले. ഇനി ഏക് തിൻകെ എന്ന കവിതയിൽ നിന്നുള്ള പോയറ്റിക് ലൈൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 11ാമത്തെ ആൻഡ് का समानार्थी शब्द कौन सा है? गर्वाണ്. 12 एंड को यह बेचारी क्यों कहा गया है. 13 कवि और कविता का परिचय देते हुए कवितांश का आशय लिखिയാണ്. അല്ലെങ്കിൽ और क्वेश्चन ഉണ്ട് इस कवितांश पर വിശ്ലേഷണാത്മക ടിപ്പണി लिखी. 11 और क्वेश्चन വരുന്നുണ്ട്. അല്ല 13-നാണ്. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ്. यहाँ एंड का अर्थ है घमंड या अभिमान. कवि ने इसे बेचारी इसलिए कहा है क्योंकि जब तिनका आंख में चला गया तो कवि का सारा एंड घमंड खत्म हो गया. वह बेचारा सा बन गया, यानी उसका अहंकार तब गया. 13ാമത്തെ आंसर अयोध्या सिंह उपाध्याय हरि औद का जन्म 15 अप्रैल 1865 में हुआ. वे गढ़ी बोली के प्रमुख कवि थे. उनकी भाषा सहज, सरल और संस्कृतनिष्ठ है. वे कवि, निबंधकार और समीक्षक भी थे. एक तिनका कविता में कवि ने एक साधारण सी घटना का वर्णन किया है. आंख में पड़े छोटे से तिनके से उन्हें यह अनुभव हुआ कि हमें किसी वस्तु या प्राणी को छोटा नहीं समझना चाहिए. हर वस्तु का जीवन में अपना महत्व है. कवि ने इस कविता में एक तिनके के अनुभव से जीवन की गहरी शिक्षा दी है. कहना यह है कि जीवन में छोटे छोटे व्यक्ति, वस्तुएं या घटनाएं भी महत्वपूर्ण होती है. हमें किसी को छोटा या तुच्छ नहीं समझना चाहिए क्योंकि वही हमें जीवन का बड़ा सबक सिखा सकती है. इन पंक्तियों में कवि कहता है कि तिनका आंख में जाते ही लाल होकर दुखने लगती है. लोग कपड़े से मुंह टकने और आंख मलने लगते हैं. സോ ഇത് നമ്മൾ ചെറിയൊരു പൊടി, ആ പൊടി കണ്ണിൽ പോയാൽ നമുക്കുണ്ടാവുന്ന ഡിഫിക്കൽട്ടിയിൽ. അപ്പോൾ ഒരു കാര്യത്തിനെയും ചെറുതായി കാണരുത്. ചെറിയൊരു കാര്യമാണെന്ന് വെച്ച് വിലയില്ലാതെ കാണരുത്. എല്ലാ ചെറിയതിനും എന്തുണ്ടാവും? ഇമ്പോർട്ടൻസ് വരും ചില സമയങ്ങളിൽ അല്ലേ. ചെറിയ ആളുകളെ ചെറുതായി കാണരുത്, വസ്തുക്കളെ ചെറുതായി കാണരുത്. എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ 13 നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഓർ ക്വസ്റ്റ്യൻ ആണ് ഒരു ടിപ്പണി എഴുതാൻ. തിൻക തന്നെയാണ്, एक तिनके തന്നെയാണ്. कविता एक तिनका एक छोटी सी घटना के माध्यम से जीवन का गहरा सत्य प्रस्तुत करती है. कवि बताता है कि एक दिन हवा से उठकर एक तिनका उसकी आंख में पड़ जाता है. അപ്പോൾ കാറ്റിൽ ഒരു പൊടി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടുന്നു. ആ ഒരു പൊടിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഒരു വലിയൊരു കാര്യം ഇവിടെ പറഞ്ഞു തരുന്നത് അല്ലേ. छोटा सा तिनका कवि को अत्यधिक पीड़ा देता है और उसे बेचैन कर देता है. ആ ചെറിയൊരു പൊടി കവിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ലേ. ആങ്ക് ലാൽ ഹോ ജാത്തി ഹെ, കണ്ണ് റെഡായി. और वह असहाय सा अनुभव करता है, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയി അല്ലേ.
साधारण घटना के द्वारा कवि ने मानव अहंकार ഇവിടെ ആൻഡ് എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരം पर कराया व्यंग्य किया है। मनुष्य अक्सर अपने बल बुद्धि और पद पर घमंड करता है, लेकिन एक तुच्छ समझी जाने वाली वस्तु भी उसके चुका सकती है। जब दिन का आंख से निकल जाता है तब कवि को जीवन की सच्ची समझ मिलती है कि किसी को भी छोटा या नगण्य नहीं समझना चाहिए। അപ്പോൾ പൊടി കണ്ണെന്ന് പോയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചൊരു കാര്യമാണ് എന്ത്, ആരെയും ചെറുതായി കാണരുത്. कविता में तिनका विनम्रता और एंड अहंकार का प्रतीक है। कवि ने सरल भाषा सहज शैली और प्रतीकात्मक भावों के माध्यम से ये संदेश दिया है कि अहंकार क्षणिक होता है और अनुभव ही सच्चा गुरु है। നമ്മുടെ അനുഭവം തന്നെയാണ് നമ്മുടെ ഗുരു അല്ലേ. ഈ കവിത हमें विनम्रता संवेदनशीलता और आत्मचिंतन की शिक्षा देती है। सचमुच छोटे से तिनका ने कवि को जीवन का बड़ा सबक सिखा दिया। 14ാമത്തെ ചോദ്യമാണ്, തുളസീദാസിന്റെ ദോഹയാണ് തന്നിരിക്കുന്നത്. നീച്ചെ ദിയെ പ്രസ്താവ് പഠയോ സഹി വികൽപ് ചുൻകർ ലിയ. തന്നിരിക്കുന്നതിൽ ശരിയായത് 1ഉം 3ഉമാണ്. സച്ചായി ചിപ്പാക്കർ ചാപ്ലൂസി കർണെ സെ സർവനാശ ഹോത്താ ഹെ. സത്യം മറച്ചു വെച്ച് കള്ളത്തരം പറഞ്ഞാൽ സർവനാശം ഉണ്ടാകും. അതേപോലെ 3 സബി ഉപദേശ് സച്ച് ഓർ ഹിതകാരി ഹോനെ ഹെ. നമ്മൾ എന്തായിരിക്കണം, കറക്റ്റായിട്ടുള്ള സത്യം മാത്രമല്ലേ, ഉപകാരപ്പെടുന്ന സത്യം മാത്രമായിരിക്കണം പറയേണ്ടത്. അടുത്ത 15 നമുനെ के अनुसार तालिका की पूर्ति करेമാണ്. നാസ് നാശാണ്, തൻ ശരീരാണ്. അടുത്തത് നമുക്ക് 16ാമത്തെ ചോദ്യം, ഇസ് ഗദ്യാംശ के लिए उचित शीर्षक दे. വിശ്വ മാനവാധികാർ ദിവസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ശീർഷകം. അടുത്തത് 17ാമത്തെ ചോദ്യം, मान ले 10 दिसंबर 2025 को आपके स्कूल में हर मानव का समान अधिकार है विषय पर संगोष्ठी का आयोजन किया गया है, इसका लिए पोस्टर तैयार करें. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡേ അല്ലേ, അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റർ. അപ്പോൾ ഹർ മാനവ് കാ സമാൻ അധികാർ സംഗോഷ്ഠി 10 दिसंबर 2025 സുബഹ് 10 ബജെ സർക്കാരി ഉച്ചതർ മാധ്യമിക് വിദ്യാലയ. ഏത് സ്ഥലം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, ഞാൻ സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല. ഉദ്ഘാടക് ജില്ലാ കളക്ടർ, അധ്യക്ഷ പ്രധാനാചാര്യ നിങ്ങളുടെ പ്രിൻസിപ്പൾ. പ്രബന്ധ പ്രസ്തുതി നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ശ്രീമതി അനുപമ അംഗ്രേസി ശിക്ഷക എന്ന് കൊടുത്തിട്ടുണ്ട്. സബ്കാ ഹാർദിക് സ്വാഗത്. അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹിന്ദി ആൻസർ കീയിൽ വരുന്നത്. എല്ലാ ആൻസേഴ്സും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.